ആലപ്പുഴ തൃക്കുന്നപ്പുഴയിൽ വിദ്യാർത്ഥികളിൽ മുണ്ടിനീര് വ്യാപകമാകുന്നു. 30ഓളം വിദ്യാർത്ഥികൾക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. രോഗം വ്യാപകമായതോടെ തൃക്കുന്നപ്പുഴ ഗവൺമെന്റ് LP സ്കൂളിന് അവധി നൽകി. MMR വാക്സിൻ നിർത്തലാക്കിയതാണ് പ്രതിസന്ധിയെന്ന് നാട്ടുകാർ പറയും. തൃക്കുന്നപ്പുഴ പഞ്ചായത്തിൻ്റെ തീരപ്രദേശങ്ങളിൽ കഴിഞ്ഞ ജൂലൈ മാസം മുതൽ നമ്മുടെ മുണ്ടുനീര് എന്നറിയപ്പെടുന്ന മംസ് കുട്ടികളിൽ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാൻ കഴിഞ്ഞത് ആരോഗ്യവകുപ്പിൻ്റെ കയ്യിലുള്ള റിപ്പോർട്ട് പ്രകാരം 36 കുട്ടികൾക്ക് നിലവിൽ മുണ്ടുനീര് പിടിച്ചിട്ടുണ്ട്. ഇത് വായുവിലൂടെ പടർന്നു പിടിക്കുന്ന രോഗമായതുകൊണ്ട് തന്നെ കൃത്യമായും ഈ മുണ്ടുനീര് വന്ന കുട്ടികളെ ഐസൊലേറ്റ് ചെയ്യാനുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കേവലം തൃക്കുന്നപ്പുഴ ഗവൺമെൻറ് LP സ്കൂൾ എന്ന് പറഞ്ഞൊരു സ്കൂളിനെ കേന്ദ്രീകരിച്ച് മാത്രമാണ് ഇതുവരെയുള്ള പ്രതിരോധ പ്രവർത്തനം നടന്നിട്ടുള്ളത്. നേരത്തെ സർക്കാർ കുട്ടികൾക്ക് പ്രതിരോധ വാക്സിൻ MMR എന്ന് പറയുന്ന വാക്സിൻ നൽകിയിരുന്നു. ആ MMRൽ ആദ്യത്തെ M എന്ന് പറയുന്നത് മംസ് എന്ന് പറയുന്ന മുണ്ടുനീരാണ്. എന്നാൽ 2020 മുതൽ ഈ മംസ് നിർത്തലാക്കിയിട്ട് മംസിനുള്ള പ്രതിരോധ മരുന്ന് നിർത്തലാക്കിയിട്ട് MR വാക്സിൻ മാത്രമാണ് നൽകുന്നത്. ശരത് SS നമുക്കൊപ്പം ചേരുന്നു. ഗുഡ് ഈവനിംഗ് ശരത്. മുണ്ടിനീരിൽ ആശങ്കയിലാണോ ഇപ്പോൾ അവിടെയുള്ളവർ? ഗുഡ് ഈവനിംഗ് സുധിയ. മുണ്ടിനീരിൽ ആശങ്കയിലാണ് പ്രത്യേകിച്ച് തൃക്കുന്നപ്പുഴയുള്ള ആളുകൾ. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ ജൂലൈ മാസം മുതൽ ഇതുവരെ 36ഓളം പേർക്കാണ് ഈ രോഗം സ്ഥിരീകരിച്ചത് എന്നുള്ളത്. അതിൽ ഏറ്റവും കൂടുതൽ പേർ വിദ്യാർത്ഥികളാണ്. അതായത് തൃക്കുന്നപ്പുഴ LP സ്കൂളിലെ വിദ്യാർത്ഥികളിൽ ഭൂരിഭാഗം പേർക്കും രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ ഒരാഴ്ചയോളമായി സ്കൂൾ അടച്ചുപൂട്ടേണ്ട സാഹചര്യമുണ്ട്. ഒപ്പം ഈ പഞ്ചായത്തിലെ തന്നെ തൊട്ടടുത്ത മറ്റു സ്കൂളുകളിലും സമാന ആശങ്ക നിലനിൽക്കുകയാണ്. പല്ലന അടക്കമുള്ള മേഖലയിൽ 1-2 വിദ്യാർത്ഥികൾക്കായി രോഗം സ്ഥിരീകരിക്കുന്നു. അങ്ങനെ ഈ പ്രദേശങ്ങളിൽ രോഗവ്യാപനം ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ മുണ്ടിനീരിനെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ആശങ്ക സംസ്ഥാനത്ത് കഴിഞ്ഞ ഒരു 2 വർഷത്തിനിടെ 6 ലക്ഷത്തിൽ പരം പേർക്കാണ് ഇത്തരത്തിൽ മുണ്ടിനീര് സ്ഥിരീകരിച്ചത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ MMR വാക്സിൻ നിർത്തലാക്കിയതാണ്. അതായത് 2020 ശേഷം അതായത് മംസ്, മീസിൽസ്, അതുപോലെ തന്നെ റുബല്ല ഇത് 3ന്റെയും വാക്സിൻ നേരത്തെ നൽകിയിരുന്നു. പക്ഷേ 2020 ശേഷം ഈ മംസ് അതായത് മുണ്ടിനീരിന്റെ വാക്സിൻ നൽകിയിരുന്നില്ല. അതിനുശേഷമാണ് വിദ്യാർത്ഥികളിൽ രോഗവ്യാപനം കൂടുതലായി ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച് ഈ പറയുന്നത് കഴിഞ്ഞ 2 വർഷത്തിനിടെ 74 ലക്ഷത്തിൽ പരം ആളുകൾക്ക് ഇത്തരത്തിൽ രോഗം സ്ഥിരീകരിക്കുന്ന സാഹചര്യം. അതിൽ ഏറ്റവും കൂടുതൽ പേർ വിദ്യാർത്ഥികളാണ്. അങ്ങനെ നിരന്തരം രോഗം സ്ഥിരീകരിക്കുന്നത് കാരണം ഈ പ്രതിരോധ വാക്സിൻ നൽകാത്തതാണ്. അത് നേരത്തെ സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരോട് ഇതിന്റെ വാക്സിൻ നൽകാൻ വേണ്ടി ആവശ്യപ്പെട്ടിരുന്നു. പക്ഷെ അത് ഇതുവരെ നടപ്പിലാക്കാൻ സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ രോഗവ്യാപനം കൂടുതലാകുന്നു. പ്രത്യേകിച്ച് ഇതുവഴി ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ നിരവധിയാണ്. പ്രത്യേകിച്ച് ആൺകുട്ടികളിലടക്കം കൃഷ്ണവീക്കം അടക്കമുള്ള പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ വിദ്യാർത്ഥികൾ നേരിടേണ്ട സാഹചര്യമുണ്ട്. അതുകൊണ്ട് സ്കൂളിന് അവധി നൽകിയിരിക്കുകയാണ്. വിദ്യാർത്ഥികളിൽ മുണ്ടുനീര് വ്യാപകമായതോടെ അതൊരു പ്രശ്നമാണ്. അതിൽ അധികൃതരുടെ ശ്രദ്ധ നമ്മൾ ക്ഷണിക്കുകയാണ്. ആരോഗ്യവകുപ്പ് ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടും എന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നു.